തിരുവമ്പാടി ദിവസത്തിന്റെ ശ്രീ ഗിരീഷ് കുമാർ നമുക്കൊപ്പം ചേരുന്നു. ആന എഴുന്നള്ളിപ്പുമായിട്ടുള്ള നിയന്ത്രണങ്ങളെല്ലാം ഏർപ്പെടുത്താനുള്ള നീക്കങ്ങളൊക്കെ മറ്റേതോ വലിയ മാഫിയയുടെ ഭാഗമാണ്, ഈ സംസ്കാരം നശിപ്പിക്കാനാണ് എന്ന് പറയുന്ന ഉത്സവ കമ്മിറ്റിക്കാരോട് ഈ സമയങ്ങളിലാണ് ഇതിന്റെ ഉത്തരം വേണ്ടത്. ഇങ്ങനെ ഒരു മൂന്ന് മരണം ഉണ്ടാകുമ്പോൾ ഈ കൃത്യമായ ചട്ടങ്ങളൊക്കെ പാലിക്കുന്നുണ്ടോ, ഇതൊക്കെ എങ്ങനെയാണ് ഇവിടെ എത്തിച്ചേരുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ബാക്കി നിൽക്കുകയാണ്. കൊയിലാണ്ടിയിൽ ഉണ്ടായ അപകടം ഏത് തരത്തിലുണ്ടായതാണെന്നാണ് നിങ്ങൾ അനുമാനിക്കുന്നത്? ഞാനേ ഒരു ചെറിയ ചോദ്യം അങ്ങനെ തിരിച്ചു ചോദിച്ചോട്ടെ. നമ്മൾ സാധാരണ വീടുകളിലൊക്കെ കുട്ടികളെ നമ്മൾ പേടിപ്പെടുത്താറുണ്ട്. ബാക്കിൽ പോയിട്ട് ബൗ എന്ന് പറയും, അപ്പൊ അവര് ചാടും, ചിലവർ അതിൽ കരയും. അവരുടെ പ്രതികരണം പലതരത്തിലാണ്. ഒരു ആനയുടെ ബാക്കില് ആന പ്രതീക്ഷിക്കാണ്ട് തന്നെ പടകം പൊട്ടിക്കുമ്പോൾ ആനയോ പാപ്പാനോ ആരും അവിടെ പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ ഒരു പടകം പൊട്ടുന്നുള്ളത്. സ്വാഭാവികമായിട്ടും അത് ഞെട്ടിച്ചിരിഞ്ഞ് ഓടി. അതിലുണ്ടാവുന്ന ചില പ്രശ്നങ്ങളാണ് ഇന്നലെ ഇപ്പൊ ഇവിടെ കണ്ടത്, ഈ ദൃശ്യമാധ്യമത്തിൽ കണ്ടത്. അതൊരു വലിയ സംഭവമായിട്ട് നമുക്ക് ചിത്രീകരിക്കേണ്ടതായിട്ട് ഈ ആൻമാഫിയയുടെയും അല്ലെങ്കിൽ മറ്റുള്ള തരത്തിലുള്ള നാട്ടാന പരിപാലനവുമായിട്ടൊന്നും ബന്ധിപ്പിക്കാൻ പറ്റില്ല. ഇതൊരു സംഭവം ഉണ്ടായി, അതിന്റെ ദൃശ്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചു. ഇങ്ങനെയാണ് ബാക്കിൽ പടകം പൊട്ടിയപ്പോൾ അത് ഞെട്ടിത്തിരിഞ്ഞ് ഓടിയതാണ്. ആ ഓട്ടത്തിലുണ്ടായ അപകടങ്ങൾ, അവിടെ ഉണ്ടായ ഒരു ബിൽഡിങ്ങിന്റെ മതില് വീണ് ആൾക്കാർക്ക് അപകടം പറ്റി. ഇതൊക്കെ ശരിയാണ്, ഇതൊക്കെ കൺട്രോൾ ചെയ്യേണ്ടതാണ്. ഇത് കമ്മിറ്റിക്കാരും അതേപോലെ തന്നെ ആന കൊണ്ടു നടക്കുന്നവരും എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതിൽ വന്നിട്ടുള്ള വീഴ്ചയാണ്. അല്ലാണ്ട് ആന പരിപാലനത്തിലോ അല്ലെങ്കിൽ മാഫിയ ഉണ്ടാക്കി എന്നുള്ളതില് ഇതില് അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് പോകേണ്ടി വരും. ഇത് ആരാണ് പടകം ശ്രീ കെ ഗിരീഷ് കുമാർ, എനിക്ക് അത് കേൾക്കുമ്പോൾ വിഷമമാണ് വരുന്നത്. ഈ കാടിന്റെ വനാതിർത്തിക്കടുത്ത് പോകുമ്പോൾ ഒരു ആന ചവിട്ടിക്കൊന്നാൽ ഈ നാട് മുഴുവൻ സ്തംഭിപ്പിക്കുന്ന ഹർത്താൽ നടക്കുന്ന കേരളത്തിലാണ് താങ്കൾ ഇത് ഇത്ര ലഘുവായിട്ട് പറയുന്നത്. കെട്ടിടം വീണു, 3 പേർ മരിച്ചു, 12 പേർ ആശുപത്രിയിൽ കിടക്കുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള നിയന്ത്രണം ഈ ആന പരിപാലനവുമായി ബന്ധപ്പെട്ട്, ഉത്സവവുമായി ബന്ധപ്പെട്ട് സമ്മതിക്കാത്ത ഒരു സാഹചര്യം ഇതിനകത്തുണ്ട്. ഇതൊക്കെ ആര് ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്? ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് നിങ്ങളെ സമ്മതിക്കുന്നില്ലല്ലോ. ആ സാഹചര്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പലരും ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ ഇവിടെ തൃശ്ശൂർ പൂരത്തിനെ ശ്രമിക്കുകയാണെങ്കിൽ ഓരോ ആനയുടെയും ഹിസ്റ്ററി വരെ എടുത്തിട്ടാണ് തൃശ്ശൂർ പൂരത്തിന് നമ്മൾ അവിടെ എഴുന്നള്ളിക്കാറുള്ളത്. അതിനെ പല വിഭാഗം, ഫോറസ്റ്റിന്റെ പിന്നെ അതേപോലെ തന്നെ വെറ്ററിനറി ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാവരുടെയും ചെക്കിങ്ങും അവരുടെ അനുമതിയോടും കൂടിയിട്ടാണ് തൃശ്ശൂർ പൂരത്തിന് പോലും എഴുന്നള്ളിക്കാറ്. അങ്ങനെ വലിയ വലിയ പൂരങ്ങൾക്ക് അങ്ങനെയാണ് ചെയ്യാറ്. പക്ഷെ ചെറിയ പൂരങ്ങൾക്ക് നമുക്കിവിടെ ആനകളുടെ ലഭ്യത കുറവാണ്. ഇതിപ്പോ ഗുരുവായൂർ ദിവസത്തില് ഏറ്റവും എല്ലാ ലക്ഷണങ്ങളും മൊത്ത ആനകളെയാണ് വിളിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. അല്ലാണ്ട് മറ്റു ദേവസ്വങ്ങളുടെയോ പ്രൈവറ്റ് പാർട്ടികളുടെയോ അല്ല. ശ്രീ ഗിരീഷ് കുമാർ, ഈ ഫെബ്രുവരി മാസത്തിൽ ഇത്രയും ചൂട് കൂടിയ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. സാധാരണ മനുഷ്യന് പോലും പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. ഇതൊക്കെ നിങ്ങൾ കണക്ക് കൂട്ടുന്നുണ്ടോ? ഉത്സവ സമയത്ത് ഈ ആനകൾക്ക് ഇത് ബാധകമാണ് എന്ന് കരുതുന്നുണ്ടോ? സാധാരണ മനുഷ്യർക്ക് സംഭവിക്കുന്ന വിഷയങ്ങൾ ആനകൾക്ക് ബാധകമാണെന്ന് കരുതുന്നുണ്ടോ? ഈ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, മെയ് മാസങ്ങളിലാണ് കേരളത്തിലെ എല്ലാ ഉത്സവങ്ങളും നടക്കുന്നത്. അന്ന് ഈ ചൂടുണ്ടായിരുന്നോ? ഈ ഫെബ്രുവരി മാസങ്ങളിൽ ഒരു 10 വർഷം മുമ്പ് ഫെബ്രുവരി മാസത്തെ ഇത്രയും ചൂടുണ്ടായിരുന്നോ? കാലാനുസൃതമായ അന്നുണ്ടായിരുന്ന നിയമങ്ങളല്ല ഇന്നുള്ളത്. അന്നുണ്ടായിരുന്ന നിയമങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നാട്ടാന പരിപാലനത്തിലും അതുപോലെ തന്നെ കമ്മിറ്റി മെമ്പർമാരും എല്ലാവരും പല നിയമങ്ങളും നമ്മൾ പാലിക്കുന്നുണ്ട്. പല വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇനിയും കാലക്രമേണ മാറ്റങ്ങൾ ഉണ്ടാവും. അതൊക്കെ അംഗീകരിച്ചുകൊണ്ടാണ് ആന ഉടമസ്ഥരും ദേവസ്വങ്ങളും എല്ലാം മുന്നോട്ട് പോകുന്നത്. ഇതൊരു എന്താ പറയാ പ്രത്യേക സാഹചര്യത്തിലുണ്ടായത്. ആനയുടെ ബാക്കിൽ വന്ന് പടകം പൊട്ടിക്കുന്നു. ആ പടകം പൊട്ടിക്കുമ്പോൾ അത് പെട്ടെന്ന് വെട്ടിത്തിരിഞ്ഞ് ഓടുന്നു. അത് പേടിച്ചിട്ടാണ് ഓടുന്നത്. ഒരു ചെറിയ കുട്ടിയുടെ മനസ്സും വിവേകവുമുള്ള ആണ് ആനകളെ എന്ന് നമുക്ക് പണ്ട് മുതലേ അറിയാവുന്നതാണ്. അത് പെട്ടെന്ന് ചെറിയ കുട്ടിയുടെ മനസ്സും വിവേകമുള്ള ആനയാണല്ലോ. മണിക്കൂറുകൾ എഴുന്നള്ളിത്തിന് നിർത്തണമെന്ന് നിങ്ങൾ പറയുന്നത്. ചെറിയ കുട്ടിയുടെ മനസ്സും വിവേകവും നിങ്ങൾ തന്നെ പറയുന്നു. ആ ആന ഏത് തരത്തിലാണുള്ളതാണ്? ഈ രാത്രി എന്നില്ല, പകലെന്നില്ല, മണിക്കൂർ
ഈ വെളിച്ചത്തിലും ഈ പകലിലെ ചൂടത്തുമെല്ലാം എഴുന്നള്ളിപ്പിന് ഈ ചെറിയ കുട്ടിയെ നിർത്തുമോ? ഏതെങ്കിലും വീട്ടിലുള്ള കുട്ടിയെ അങ്ങനെ നിർത്തുമോ? എല്ലാ നിയമങ്ങളും ഗവൺമെന്റ് പറയുന്ന എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് ആ നിയമത്തിന്റെ ലൂപ്പ് ഹോൾസ് താങ്കൾക്കും എനിക്കും അറിയാം. നാട്ടാന പരിപാലന ചട്ടത്തിലുള്ള ലൂപ്പ് ഹോൾസ് എന്താണെന്ന് കൃത്യമായിട്ട് അറിയാം. അത് ആനകൾക്ക് വേണ്ടിയുള്ളതല്ല, അത് നിങ്ങൾ അടക്കമുള്ള അല്ലെങ്കിൽ ആ ആന ഉടമകൾക്ക് ഏജന്റുമാർക്ക് വേണ്ടിയുള്ളതാണ്. അതെല്ലാവർക്കും അറിയില്ലേ? തെറ്റായി വ്യാഖ്യാനിക്കുക. ഒരു ഫ്രേസ് പറയോ? ആനകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫ്രേസ് പറയാമോ? അതിനകത്ത് ആ പരിപാലന ചട്ടത്തിൽ ആനകൾക്ക് വേണ്ടി ഒരു ഫ്രേസെങ്കിലും ഉണ്ടോ? നമ്മുടെ ഉത്സവങ്ങളും ആഘോഷങ്ങളും എങ്ങനെ നടത്തണം, ഇത് കോടതിക്കും അതേപോലെ തന്നെ ദേവസ്വങ്ങൾക്കും അതേപോലെ നാട്ടുകാർക്കും എല്ലാം വ്യക്തമായിട്ട് ധാരണയുണ്ട്. ആ ധാരണയിൽ നിന്നും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടും അതിനെ വെട്ടി മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഒരു NGO വിഭാഗം ശ്രമിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ പടകം പൊട്ടിച്ചത് എന്ന് ഒരു വിഭാഗം പറയുന്നു. കാരണം അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അല്ലാണ്ട് ആന എഴുന്നള്ളിപ്പ് ഇല്ലാണ്ടാക്കാനോ ആന എഴുന്നള്ളിപ്പ് ഗൂഢാലോചനയാണ് ഈ പടക്കം പൊട്ടിയതിന് പിന്നിലെന്നാണോ അംഗീകരിച്ചുകൊണ്ടാണ് എല്ലാ സ്ഥലത്തും എഴുന്നള്ളിപ്പുകൾ നടക്കുന്നത്. വരുത്താൻ എല്ലാവരും തയ്യാറുമാണ്. ശ്രീ കെ ഗിരീഷ് കുമാർ, ഞാൻ ചോദിക്കുന്ന താങ്കൾ കേൾക്കും. ഞാൻ വളരെ സ്പെസിഫിക് ആയിട്ട് ചോദിക്കുന്നു. അങ്ങനെ ഉത്സവങ്ങൾ അലങ്കോലപ്പെടുത്താനുള്ള ആ NGOയുടെ ആസൂത്രിത നീക്കമാണ് കൊയിലാണ്ടിയിൽ ഉണ്ടായ പടക്കം പൊട്ടിക്കൽ. അതാണ് നിങ്ങൾ ആരോപിക്കുന്നത്. ബി ക്ലിയർ. ആരോപിക്കൽ, അതിനെ കുറിച്ച് പഠിക്കണം. ആരാണ് ഒരു ആനയുടെ ബാക്കിൽ വന്ന് ഈ പടകം പൊട്ടിച്ചത്? NGO ആണോ അല്ലെങ്കിൽ ഏതെങ്കിലും താല്പര്യങ്ങളുള്ള ആൾക്കാരാണോ? ഇതിനു വേണ്ടി നമ്മുടെ ഫോഴ്സ് അല്ലെങ്കിൽ ഏതെല്ലാം വിഭാഗമുണ്ട്? അത് നമുക്ക് ഇപ്പോഴത്തെ പണ്ടത്തെ പോലെയല്ലോ, എല്ലാ സൗകര്യങ്ങളും നാട്ടിലുണ്ടല്ലോ. അതിനെ കണ്ടുപിടിക്കണം. അതിനെ ആരാണ് ഈ തെറ്റ് ചെയ്തത്? അവർക്കെതിരെ നിയമ നടപടികൾ എടുക്കണം. എന്തായാലും ആനയും ആനപ്പാപ്പാമാരും ആന ഉടമസ്ഥരും ദേവസ്വങ്ങളും അല്ല. അപ്പൊ വേറെ ഏതോ ഒരു വ്യക്തി അവിടെ ആ പടകം പൊട്ടിച്ച് ആരാണ്, എന്താണ് അവര് വികാരം, എന്തുകൊണ്ട് അത് ചെയ്തു എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. അല്ലാണ്ട് ഒരു ഒറ്റയടിക്ക് ആന എഴുന്നള്ളിപ്പും ആന ചൂട് കൂടിയ സാഹചര്യം, ഇതും ചൂടും ഇതൊന്നും ആയിട്ട് യാതൊരു ബന്ധവുമില്ല. നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ആൾക്കാരുടെ ദൃശ്യമാധ്യമത്തിൽ അവരുടെ പ്രസംഗങ്ങൾ കേട്ടു. അവരൊക്കെ വ്യക്തമായി പറയുന്നുണ്ട്, ബാക്കിൽ പടകം പൊട്ടിച്ചു, ആന ഓടി, ആനത്തെ വെട്ടിത്തിരിഞ്ഞോടി. അതിൽ നിന്നുണ്ടായിട്ടുള്ള ആ ഒരു പ്രശ്നങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. തെറ്റാണ് ഉണ്ടായ കാര്യങ്ങളൊക്കെ അപലപനീയമാണ്. ഉത്സവ കമ്മിറ്റി ഇത് തള്ളിക്കളഞ്ഞിരിക്കുകയാണല്ലോ. ഉത്സവ കമ്മിറ്റി തള്ളിക്കളഞ്ഞിരിക്കുന്നു. പടക്കം പൊട്ടിയത് കൊണ്ടാണ് ഈ 100 മീറ്ററിൽ എങ്ങനെ പടക്കം പൊട്ടിയ ആന ഓടുമെന്നാണ് ഉത്സവ കമ്മിറ്റി ചോദിക്കുന്നത്. താങ്കൾ പറയുന്നതല്ല ഉത്സവ കമ്മിറ്റി പറയുന്നത്. അല്ല, ഞാൻ ദൃശ്യമാധ്യമത്തിൽ കണ്ട കാര്യം തന്നെ. പടകം പൊട്ടിയ കാരണം തന്നെയാണ് അവിടെ ആന ഓടിയത്. അല്ലാണ്ട് ആന 100 മീറ്റർ അകലെ ആനയുടെ പിന്നിലാണ് പടകം പൊട്ടിയത്. ആന എന്തോ ഒരു വലിയ സംഭവം നടന്നു എന്നുള്ള ഇതിലാണ് വെട്ടിത്തിരിഞ്ഞ് ആന ഓടിക്കുന്നത്. ആനകളെല്ലാം ഒരുവിധ കേസുകളൊക്കെ അങ്ങനെ തന്നെയാണ്. നമ്മുടെ ചരിത്രങ്ങൾ എടുത്തറിയാം. ബാക്കിൽ വന്ന് ഹോൺ അടിച്ചാൽ ചില ആനകൾ ഓടും. അങ്ങനെ പല പ്രശ്നങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്. പല റേസർ അടിച്ചിട്ട് ആന കഴിഞ്ഞ ഒരു ആന ഒരു ഓടി, അത് കണ്ണിലേക്ക് റേസർ അടിച്ചിട്ടാണെന്ന് പറയുന്നു. ഇതിലൊക്കെ ഓരോ കാരണമുണ്ട്. അത് ആ കാരണങ്ങളൊന്നും പഠിക്കാണ്ട്, അതിനെ കുറിച്ച് പഠിക്കാണ്ട് ആന എഴുന്നള്ളിപ്പിനെ എങ്ങനെയെല്ലാം നിർത്തലാക്കാം എന്നുള്ളതിനെ കുറിച്ച് ഒരു വിഭാഗം മുന്നോട്ട് പോവുകയാണ്. ആ വിഭാഗത്തിനാണ് കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്നത്. ശ്രീ കെ ഗിരീഷ് കുമാർ, ആചാരത്തെ എതിർത്ത് പറയുന്നില്ല, പക്ഷെ 3 പേരുടെ ജീവൻ പോയി. ഇങ്ങനെ എത്ര പേരുടെ ജീവനാണ് പോകുന്നത്? എത്ര പാപ്പാന്മാരാണ് മരിക്കുന്നത്? ഈ കാലാനുസൃതമായ മാറ്റം എന്ന് പറയുന്നിടത്ത് ഉത്സവങ്ങളും ആചാരങ്ങളും വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതല്ലേ? അതൊക്കെ ഇതിൽ പറഞ്ഞിട്ടുള്ളതല്ലേ? ഇതിന്റെ ഭാഗമായിട്ട് നിയമങ്ങളെല്ലാം പാലിച്ച് ഓരോ വർഷത്തിലും മാറ്റം വരുന്ന നിയമങ്ങളെല്ലാം ഈ ആന ഉടമസ്ഥരും ദേവസ്വങ്ങളും പാലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പണ്ട് നടന്നുകൊണ്ടിരുന്ന ആന എഴുന്നള്ളിപ്പുകളാണോ ഇപ്പൊ? അല്ല, സമയത്തിലും വ്യത്യാസം വന്നു, എല്ലാ കാര്യങ്ങളിലും വ്യത്യാസങ്ങൾ. അതൊക്കെ വളരെ ഭംഗിയായി ചിട്ടയോടുകൂടി അനുസരിക്കുന്ന ഒരു വിഭാഗമാണ് ആന ഉടമസ്ഥരും ദേവസ്വങ്ങളും. ഇതെല്ലാം പിന്നെയും 2012 നാട്ടാന പരിപാലന നിയമം അനുസരിച്ച് ഉണ്ടാക്കിയ നിയമപ്രകാരം നമുക്ക് അനുമതി തന്നു. അതെല്ലാം അംഗീകരിച്ചു. അതിന് പുറമെയാണ് ഇപ്പൊ വീണ്ടും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെയും NGOs നൽകിയ അമിക്കസുരയുടെയും നേതൃത്വത്തിൽ വീണ്ടും കുറെ കാര്യങ്ങൾ നമുക്ക് പാലിക്കേണ്ടതായി വന്നു. അതും ആന ഉടമസ്ഥരും ദേവസ്വങ്ങളും പാലിക്കുന്നുണ്ട്. അതൊക്കെ എന്താ, ഇതിന് ഓരോ ദിവസം ചൊല്ലും തോറും ഇല്ലാണ്ടാക്കി, ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് ഇല്ലാണ്ടാക്കി ഇപ്പൊ കേരളത്തിലെ ആന എഴുന്നള്ളിപ്പിന് ആനകളെ കിട്ടാൻ തന്നെ ഇല്ല. ആ സാഹചര്യത്തിലാണ് പറയുന്നത് 6 മണിക്കൂറിൽ കൂടുതൽ ആനയെ എഴുന്നള്ളിക്കാൻ പാടില്ല.
പക്ഷെ നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം വളരെ കുറച്ച് സമയ ദൈർഘ്യമുള്ളതാണ്. അപ്പൊ തൃശ്ശൂർ പൂരത്തിന് 36 തിരുവമ്പാടി ദേവസ്വത്തിന്റെ നിലപാട് കൂടി വളരെയധികം നന്ദി ശ്രീ കെ. കൃഷ്ണകുമാർ.